നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് ലഹരിക്കടത്ത് സംഘത്തെ പോലീസ് തടഞ്ഞു. ഒരാൾ പോലീസ് പിടിയിലായി, 2 പേർ രക്ഷപ്പെട്ടു. കനാലിൽ ചാടിയ ഒരാളെ കണ്ടെത്താനായില്ല. മറ്റത്തൂർ അട്ടിമറി ബിജെപിയുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് ബിജെപി നേതാവ് എ നാഗേഷ്. ബിജെപി നൽകിയ പിന്തുണ കോൺഗ്രസിനല്ല, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചെത്തിയ പഞ്ചായത്ത് അംഗങ്ങൾക്കാണെന്നും നാഗേഷ്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബേക്കറിയിൽ അഗ്നിബാധ. ജീവനക്കാരായ വർഗീസ്, ഗീത എന്നിവർക്ക് പൊള്ളലേറ്റു. കിഴക്കുംപാട്ടുകര സ്വദേശി ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള പാപ്പം കട എന്ന ബേക്കറിയിലാണ് അഗ്നിബാധയുണ്ടായത്. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സൂചന. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. സംസ്ഥാനത്തെ ഡിജെ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം. വൈകിട്ട് മുതൽ രാത്രി മുഴുവൻ കർശന പരിശോധന. പുത്തൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഡ്രൈനേജ് നിർമ്മാണത്തിൽ നടക്കുന്ന അപാകതകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണം തടഞ്ഞു. പുത്തൂർ പൌരസമിതി പ്രസിഡന്റ് ഹരിദാസ് മഠത്തിൽ, സെക്രട്ടറി വിജി മാലൻ, വൈസ് പ്രസിഡന്റ് ഷിജി കള്ളാടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തടഞ്ഞത്. നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദ്വാദശി പണം സമർപ്പണം നടന്നു. ദ്വാദശി ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കാളമുറി സെന്ററിൽ നടന്ന ധർണ ഡിസിസി ജനറൽ സെക്രട്ടറി CJ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാടി 10ാം വാർഡിലെ വലിയകുളം വയലകം ഗ്രൂപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. പഞ്ചായത്ത് അംഗം മുഹമ്മദ് നൌഫൽ കുളം ശുചീകരണത്തിന് ഉദ്ഘാടനം ചെയ്തു. ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പ് സമാപിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം A റഫീഖ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ലഹരിക്കെതിരെ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പുരോഗമന കേരളം അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചു. KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേള ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരിയിൽ നടക്കും. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകൾ ഒരുക്കും. ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ നടന്ന ചാവക്കാട് താലൂക്ക് തല അക്ഷരോത്സവം സമാപിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ 10ാമത് വേലാഘോഷം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴയന്നൂർ കല്ലംപറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. കല്ലുവടി രാധാകൃഷ്ണന്റെ പ്രാമാണിത്യത്തിൽ പാണ്ഡിമേളം, മട്ടന്നൂർ ശ്രീരാജന്റെ തായമ്പക എന്നിവ നടന്നു. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. തലൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർത്തം തിരുവുത്സവത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സന്ധ്യ K രാഹുൽ ഉദ്ഘാടനം ചെയ്തു. സൈക്കിൾ യാത്രാ വാരത്തോടനുബന്ധിച്ച് ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സൈക്കിളോട്ട മത്സരം സംഘടിപ്പിക്കും. തിരൂരിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്കിൾ യാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകും. ഇന്ത്യ ബന്ധക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്റർ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ ജനുവരി 1 മുതൽ 4 വരെ പോർക്കുളം രഹബോത്ത് നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്യും.
DCCയെ മാനിക്കാതെ സമാന്തര DCCയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതെന്ന് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് പുറത്താക്കിയ TM ചന്ദ്രനെ സംരക്ഷിക്കുന്നത് ജോസ് വള്ളൂരാണെന്നും കുറ്റപ്പെടുത്തൽ. കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗതയുടെയും തെറ്റായ ചില പ്രവണതകളുടെയും ഫലമാണ് മറ്റത്തൂരിലുണ്ടായ സംഭവ വികാസങ്ങളെന്ന് കോൺഗ്രസ് പുറത്താക്കിയ TM ചന്ദ്രൻ. റോജി ജോൺ MLAയുമായി നടത്തിയ ചർച്ചയിലൂടെ പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചതായും ചന്ദ്രൻ. കേച്ചേരിയിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. പാലക്കാട് കൂനമുച്ചി സ്വദേശികളായ 4 പേർക്ക് പരിക്കേറ്റു. തപാൽ RMS ജീവനക്കാരുടെ 41ാം സംയുക്ത സംസ്ഥാന സമ്മേളനം ജനുവരി 2 മുതൽ 4 വരെ തൃശൂരിൽ നടക്കും. ശനിയാഴ്ച നടക്കുന്ന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ AITUC കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. എറിയാട് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ 7ാമത് അവാർഡുകൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. മമ്മൂട്ടിയെ മികച്ച നടനായും കല്യാണി പ്രിയദർശനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തു. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കുന്നംകുളത്ത് തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ സർവകലാശാലയ്ക്ക് കീഴിലെ 125ഓളം കോളേജുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്. തപസ്യ കലാസാഹിത്യ വേദി തൃപ്രയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദരണീയം സംസ്ഥാന സെക്രട്ടറി നീലാംബരൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് ബിന്നി അറക്കൽ അധ്യക്ഷത വഹിച്ചു. വേലൂർ പഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ അധ്യക്ഷതയായി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കമ്പിടി തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജനുവരി 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ. കുന്നംകുളം സെന്റ് ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ 57ാമത് സ്ഥാപന പെരുന്നാൾ ആഘോഷിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാദോപാസന സ്വാതി തിരുനാൾ നൃത്ത സംഗീതോത്സവവും അഖിലേന്ത്യാ സ്വാതി തിരുനാൾ കർണാടക സംഗീത മത്സരവും ഏപ്രിൽ 9 മുതൽ 12 വരെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് കർണാടക സംഗീത മത്സരം നടക്കുക. തുമ്പൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ മഹോത്സവം ജനുവരി 6 മുതൽ 13 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ജനുവരി 6-ന് വൈകിട്ട് ക്ഷേത്രോത്സവത്തിന് കൊടിയേറും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.